വലിയ വിലപ്പെട്ട ഒരു സംഭവത്തിന് നിങ്ങൾക്കിന്ന് ഭാഗമാക്കി എന്നെ സന്ധ്യ മാതൃകൊണ്ടൊക്കെ നന്ദി അറിയിച്ചു. മമ്മി ഞാനാ തിരിച്ചറിയിക്കുന്നത്. നിങ്ങളില്ലാതെങ്കിൽ ഇവിടെ നോക്കിയ എല്ലാ സ്ഥിതി നിങ്ങളെ മൈനസ് ചെയ്ത് നോക്കിയവിടെ ഞങ്ങളൊരു 4 പേര് 5 പേര് അങ്ങനെ ഈ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത്. അപ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഒരു തീർത്ഥയാത്രകളും സ്വാമി അവിടെ നിന്ന് അറിയിച്ചതും തിരുവനന്തപുരത്ത് നിന്ന് അറിയിച്ചതും. അപ്പം ഞാൻ വെച്ചാൽ ഈ ദിവസത്തിൽ തന്നെ നമുക്ക് ഇനാഗുറേഷൻ വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇനാഗുറേഷൻ കഴിഞ്ഞ പൗർണമിക്കായിരുന്നു. പൗർണമിക്ക് ഇവിടെ 10-300 പേരുണ്ടാവും. അപ്പം അന്നും ഇതുപോലെ ഒരു ഓൺലൈൻ ഇനാഗുറേഷനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അന്ന് സ്വാമിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും മാറ്റിയപ്പോൾ പിന്നെ വിചാരിച്ചു അടുത്ത പൗർണമിക്കാക്കാം. അപ്പോൾ കൂടുതൽ ദീർഘം ആയി പോകും. കാരണം പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം RBIക്ക് നമ്മുടെ ബാക്കി പേപ്പർ വർക്ക് വെച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇനാഗുറേഷൻ ഇന്നത്തെ ദിവസം നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനെ തീർച്ചയായും ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമൂല്യമായ സമയവും നിങ്ങളുടെ ഊർജവും ഇതിന് നൽകിയതിന് ഗുരുവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ശാന്തിഗിരി വലിയതിൻ്റെ മാതൃമണ്ഡലമായിരുന്നു. അത് നിങ്ങളുടെ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ പറഞ്ഞു പ്രയാസങ്ങളെന്നൊക്കെ വെൽക്കം സ്പീച്ചിൽ പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് 1.5 വർഷമായി. എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല. ഞങ്ങൾ കാളവണ്ടിയിൽ യാത്ര ചെയ്തു, ട്രാക്ടറിൽ യാത്ര ചെയ്തു. പക്ഷേ ഇതൊന്നും ഒരു പ്രയാസമല്ല. ഗുരു അനുഭവിച്ചു പോയ ഓരോ വഴികളിലും ശിഷ്യഗോചിത അതിൻ്റെ പുറകെ നടന്ന ഓരോ വഴികളിലും അന്ന് കാലത്ത് പറയുകയാണ് ഗുരു പൂർണ്ണമായ വേദന ഏറ്റെടുത്തു. ഇനി മറ്റുള്ളവർക്ക് അത് ഏറ്റെടുക്കേണ്ടി വരില്ല. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി കുറേ നേരം ശിശുപുത്രിയുടെ നിർമ്മലാനിയായിട്ട് കൂടുതൽ സംസാരിക്കുന്നു. അപ്പോൾ നിർമ്മലാനി ജെന്നിയുടെ വേദനയെ പറ്റി ഈ 41 ദിവസം കുറേ പേർക്കൊക്കെ അറിയാം. അവസ്ഥാപൂർത്തീകരണ സമയത്തുണ്ടായിരുന്ന ആ ഓരോ ജെന്നിയുടെ വേദനകൾ അതെങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും? ഞാനും 1-2 ദിവസം എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഈ വലിയ വാഴയിലയിൽ നെയ്യ് ഒഴിച്ച് തീർത്തും വെച്ചിട്ട് അതിലിങ്ങനെ ജെന്നിയിലായി കിടക്കുമ്പോൾ വാഴയില കരിയുന്ന ശബ്ദം വലിയ ഇസ്തിരിപ്പിടി തിളപ്പിച്ചിട്ട് അതിങ്ങനെ വാഴയിലയിൽ എങ്ങനെ കൊള്ളും. അതിൻ്റെ എത്രയോ മടങ്ങായി. അപ്പോൾ ആ ശരീരത്തെ എത്ര തീവ്രം ത്യാഗം. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെയാണ് വലിയ ഫീലിംഗ് ആയി തോന്നുന്നത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ജനങ്ങൾ പറഞ്ഞത് ഓരോ മഹാത്മാക്കളും ഇപ്പം യേശു ക്രിസ്തു വന്നപ്പോൾ, യേശു ക്രിസ്തു ജെന്നിയുടെ മുന്നിൽ വന്നു നിന്നപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ തറച്ച ആ വേദന എങ്ങനെയായിരിക്കും? യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് ഇത്രയും ആളുകളിൽ തറച്ച് നിർത്തിയപ്പോൾ ഉണ്ടായ ആ വേദന അദ്ദേഹത്തിന് മണിക്കൂറുകളോളം എടുത്താലും എനിക്ക് വരും. ആ മുഴുവൻ വേദന സെക്കൻഡുകൾക്കുള്ളിൽ ജനനിക്ക് അനുഭവിക്കേണ്ടി വരും. ആ വേദന ഒന്ന് ആലോചിച്ചു. ആത്മീയമായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നേരിടേണ്ടി വന്ന ആ വേദന അതെന്തിനായിരുന്നു? ആ ശരീരത്തെ, ആ അന്നമയ കോശത്തെയും മനോമയ കോശത്തെയും പ്രാണമയ കോശത്തെയും ആ 3 കോശങ്ങളെ സംയോജിപ്പിച്ച് അത് ജ്ഞാനമയ കോശത്തിൽ നിന്ന് വിജ്ഞാനമയ കോശത്തിൽ നിന്ന് ആനന്ദമയ കോശത്തിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന മക്കൾക്ക്, വരുന്ന തലമുറയ്ക്ക് അതൊരു ജ്ഞാനമായി പ്രവഹിക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുപോലെ ഓരോ ആചാര്യന്മാര്, സിഖ് ഗുരുക്കന്മാരും മറ്റുള്ള എല്ലാ പേരും അവർ കടന്നു പോകുന്ന വഴികൾ, അവരുടെ ആ വേദന ആ 41 ദിവസം കൊണ്ട് അനുഭവിച്ച് തീർത്ത ഒരു ശരീരം. എന്നിട്ടോ ആ ശരീരത്തിനെയും ആ ജീവനെയും പരമ്പരയിലുള്ള നമ്മൾക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ചെറിയ കാര്യങ്ങൾ അവർക്ക് ചോദിക്കും. ഇവിടെ റോഡില്ല, കറണ്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ വരുന്നില്ല, ഇവിടെ പുലി വരുന്നു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ ലോകത്തിന് വെളിച്ചം പകരാൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിത്വം എടുത്താൽ, മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ, സ്ത്രീയാലും പുരുഷനാലും, അല്ലെങ്കിൽ ഇന്ന് വരെ ജീവിച്ചു പോകുന്ന ഗുരു ഒഴിച്ച് ഇന്ന് വരെ കടന്നു വന്ന ഏതൊരു മഹാത്മാക്കളെ എടുത്താലും അവരിൽ നിന്നെല്ലാം ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും ആത്മീയത കൊണ്ട് ഏറ്റവും അവനിൽ നിൽക്കുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഭിബന്ധ ശിക്ഷ. വെറുതെ പോയി നമ്മൾ മക്കൾ ചോദിച്ചാൽ നമുക്ക് കാര്യം പറയാം. നമ്മളെന്ത് പറയും? മകൻ പഠിക്കുന്നില്ല, മോളൊട്ടും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പശുവിന് പാലില്ല, മോളിൽ മുട്ടയിടുന്നില്ല, നമ്മുടെ ചെറിയ അല്ല നമ്മളല്ല, എനിക്ക് കാലുവേദന മുട്ടുക അല്ലേ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അത് എത്ര വളരെ ക്ലാരിറ്റി
അല്ലേ? എന്തിനാണ് ആ ഒരു ശരീരം നമ്മളുടെ കൂടെ ഇരിക്കുന്നതെന്നുള്ള ഒരു മഹിമ പോലും നമുക്കറിയില്ല. ചിലപ്പോൾ 10,000-ൽ ഒരാൾക്കോ 1,00,000-ൽ ഒരാൾക്കോ അറിയാമായിരിക്കും. അവർ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. ആരെപ്പോലെ OB വിജയൻ സാറ് വന്ന് ആരോട് ചോദിച്ച പോലെ ഗുരുവിനോട് ചോദിച്ചു അല്ലേ? OB വിജയൻ സാറിനോട് ഗുരു പറഞ്ഞ വാക്കെന്താ അറിയാം? എടാ, നിനക്കിത് മനസ്സിലായി, പക്ഷെ നിനക്ക് എടുക്കാൻ കഴിയില്ല. നിനക്കിത് എടുക്കാൻ കഴിയും, നിനക്കിത് മനസ്സിലായി, പക്ഷെ നിനക്ക് എടുക്കാൻ കഴിയും. ഇവർക്കിത് മനസ്സിലായില്ല, പക്ഷെ ഇവർക്കിത് എടുക്കാൻ കഴിയും. അതിനെ പെടുന്നവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ആലോചിച്ച് നോക്കും, എത്ര വലിപ്പമുള്ളവരാണ് നമ്മളവർക്ക് ജീവിതം കൊണ്ടും ജീവനം കൊണ്ടും. നിങ്ങളെല്ലാം എന്താ പറയാ, ഈ യഹൂദന്മാരിലൊരു വാക്കുണ്ട്, ദ സെലക്റ്റഡ് സോൾസ്. സെലക്റ്റഡ്, അവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടു. ആര്? ദൈവത്തിനാൽ 10 കൽപ്പനകൾ നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അവര് എത്ര പേരുണ്ട്? ശാന്തിഗിരിയിൽ നിന്ന് എത്ര ജനസംഖ്യയുണ്ട്? 10,000 പേരുണ്ടോ? ഇല്ല, ഉണ്ടോ? 10,000-ന് താഴെ എനിക്ക് തോന്നുന്നു അല്ലേ? ഈ ഇന്ത്യയിലെ ജനസംഖ്യ എത്ര? 142 കോടി. ലോകത്തെ ജനസംഖ്യ 540 മില്യൺ. അപ്പൊ ആലോചിച്ചു, ഇത്രയും പേരിൽ നിന്ന് വെറും 10,000 പേര്, 10,000 റൗണ്ട് ഫിഗർ പറഞ്ഞു. അപ്പൊ എത്ര ശതമാനമായി? ഇവിടെ ഇന്ത്യയിൽ തന്നെ എടുക്കും. 142-ൽ 10,000 പേര് എത്രയായി? 0.00001 അല്ലേ? അപ്പൊ എത്ര പേരെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്? 140 കോടി ആൾക്കാരിൽ 10,000 പേര്. അതേപോലെ കണക്കെടുപ്പോൾ നമുക്ക് 14,000 പേര് കൂടാം. പുതിയ ആൾക്കാരെല്ലാം കൂടെ ചെയ്യും 14 പേര്. അപ്പൊ 1 കോടിയിൽ എത്ര പേര്? ഒരാളല്ലേ? 1 കോടിയിൽ ഒരാളില്ലേ? അതിനും അത്രയും പേരില്ല. പക്ഷെ ശരി, 1 കോടിയിൽ ഒരാൾ വെച്ചോ. അപ്പൊ നിങ്ങളൊക്കെ ആരാ? കോടീശ്വരന്മാരാ. ഈ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ആരൊക്കെയാ? കോടീശ്വരന്മാരാ. ഇപ്പൊ അമ്മയോട് ചോദിച്ചപ്പോൾ ഭയങ്കര നിവർത്തി കേട്ടു. ആശം 1000 രൂപയ്ക്ക് 100 രൂപ ഇല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞത്. പക്ഷെ നിങ്ങളൊക്കെ ആരാ? നിങ്ങളുടെ കർമ്മം കൊണ്ട് കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ശതകോടീശ്വരന്മാരാ ഓരോരുത്തരും. ആരാ? ശതകോടീശ്വരന്മാരാ. ജീവനം കൊണ്ടും ജീവിതം കൊണ്ടും ഇത്രയും ഉയർന്നവരാ. ഭൗതികമായിട്ട് ചിലപ്പോൾ നമുക്കതൊന്നുമില്ലായിരുന്നു, ഒരു ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ശാരീരിക ശമ്പളം കിട്ടി 3 മാസം. ഞാൻ വെച്ചു, നിന്റെ വീട്ടു വാടക കൊടുക്കും, നിനക്ക് കാറുണ്ടോ? ഉണ്ട്. മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. അവർക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം ഗുരു നമുക്ക് ചെയ്തു തരും. പക്ഷെ ഒരു ലിമിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്ത വായിച്ചു, നമ്മുടെ തൊട്ടടുത്ത ഈ രാജ്യത്ത്, ഈ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ കുടിവെള്ളം കിട്ടുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല. 1 ലിറ്റർ 1 ബക്കറ്റ് വെള്ളമാണ് ഒരു ദിവസം സപ്ലൈ ചെയ്യുന്നത്. ആ വെള്ളത്തിലാണ് ജീവിക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഗതികളുണ്ടോ? എത്ര സുഭിക്ഷമായിട്ട് നമ്മൾ ജലം ഉപയോഗിക്കുന്നു. ഇനി കുറച്ച് ദിവസം കൂടി ഇതുപോലെ പോകുകയാണെങ്കിൽ അതിന് പോലും പറ്റില്ല. 3 കോടിയുടെ വീട്, എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ വീട് 3 കോടിയാണ്. അവന് കക്കൂസ് വാങ്ങി പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം വേണം, അല്ലെങ്കിൽ പേപ്പർ ടോയ്ലറ്റ് ഉപയോഗിക്കണം. അതാണ് സ്ഥിതി. ആലോചിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു സ്ഥലത്തിരുന്നാലും, ഇപ്പം ഞാൻ HSR പോയി, ഇനി അവിടെ എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ ഒരു പ്രശ്നമില്ല. അവിടെ വെള്ളമുണ്ട്, അവിടെ IP അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ 2 ദിവസം പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഗുരു ഇരിക്കുന്നിടത്ത്, ഗുരുവിൻ്റെ പ്രകാശം ഇരിക്കുന്നിടത്ത്, ഗുരുവിനെ പ്രാർത്ഥിക്കുന്നിടത്ത് പഞ്ചഭൂതങ്ങൾ എപ്പോഴും കാരുണ്യം ചെയ്യും. അതുകൊണ്ടാ ഗുരു പറഞ്ഞിട്ടുണ്ടാ, സത്തുക്കൾ ഇരിക്കുന്നിടം ഒരിടം കെട്ടുപോകത്തില്ല. സത്തുക്കൾ ഇരിക്കുന്നിടം എല്ലാ തരത്തിലും സൗഭാഗ്യമാകും. എത്രയോ ഉദാഹരണങ്ങൾ. കല്ലാർ ആശ്രമത്തിലെ കിണറിലെ വെള്ളമായാലും, ഇവിടുത്തെ റോഡായാലും, ഈ കറണ്ട് വന്നതായാലും, ഇതെല്ലാം ഗുരുവിൻ്റെ പ്രകാശം ഇവിടെ വന്നതിന് ശേഷം. ഈ റോഡിൻ്റെ കഥ പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ കുറേ കാലം ഞങ്ങൾ കാണാൻ വേണ്ടി വന്നു. ഈ അമ്മയാണ് ഈ ആശ്രമത്തിന് ഇങ്ങനെ കൊണ്ടുവരാൻ ഏറ്റവും ബാക്കോണാണ് ഈ കറിയത് അന്ന് ജയതി സ്വാമികൾ ഉൾപ്പെടെ. എന്നാണ് നമ്മൾ ഈ ഒരു താമസിക്കുന്ന സ്ഥലം കിട്ടിയത്. അതിനുശേഷം നമ്മൾ വന്നിട്ട പ്രാർത്ഥനാലയം ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ അന്ന് കാളവണ്ടിയിലും പ്രാർത്ഥനാലയം നവംബർ 7, 2022 തിരിതെളിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനാലയം കെട്ടാൻ അന്ന് കോരിച്ചൊരിയുന്ന മഴ കണ്ടിന്യൂസ് ആയിട്ടാണ്. ഞങ്ങൾക്ക് 20 ദിവസം കിട്ടിയത്. 20 ദിവസം മുന്നേ പെട്ടെന്ന് ദിവസം വൈകുന്നേരം വിളിച്ച് പറഞ്ഞ് അടുത്ത പൗർണമിക്ക് തീ കൊടുക്കുന്നു. ഞാൻ ഉറക്കത്തിലായിരുന്നു. രാത്രി 10 മണിക്കാണ് ശിശുവിൽ നിന്ന് വിളിച്ചത്. അത് എനിക്ക് മനസ്സിലായില്ല. തീ കൊടുക്കുന്ന ഞാൻ പറഞ്ഞു. അത് ഞാനോട് ഗുരുവിന് സ്വാമി വിളിച്ചു.
അടുത്ത പൗർണമിക്ക് അവിടെ ദീപം എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളന്ന് ഇവിടെ സ്വാമിയുടെ ഒരു വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പൗർണമിക്ക് ആക്കുക ഞാൻ വെച്ചാൽ അത് ചിലപ്പോൾ ദീപം എടുത്തു അതിന് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നു. ഒരു സൗകര്യമില്ല, വണ്ടിയില്ല, വെള്ളമില്ല, ഒരു ചെറിയ മഴ. പക്ഷേ എല്ലാം 18 ദിവസം മഹാഭാരതത്തിലെ 18 അധ്യായം എന്ന് പറഞ്ഞ പോലെ 18 ദിവസം ഇവിടെ ശരിക്കും യുദ്ധം നടന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചാണ് ഈ അമ്മ കാർത്തിയായമ്മ, അത് ഈ സാറൊക്കെ. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്ക് കാളവണ്ടി ട്രാക്ടറിലാണ് സാധനം കൊണ്ടുവരുന്നത്. ട്രാക്ടറെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രാവശ്യം വരും, പിന്നെ വരില്ല. അമ്മയൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കും ഞാൻ കാണാതെ. പക്ഷേ ഇവിടെ ഈ റോഡൊന്നും ഇല്ല, വയലാണ്. മഴ വിതഞ്ഞതെല്ലാം താഴ്ന്നു പോകും, പിന്നെ വരത്തില്ല. പിന്നെ നമ്മൾ 3 ട്രാക്ടർ ഒരുമിച്ച് കെട്ടി ചെയിനിട്ട് കൊണ്ടുവരും. അവർ പിന്നെ അടുത്ത പ്രാവശ്യം വരില്ല. പക്ഷേ പിന്നെ അങ്ങനെ വന്നു ഇങ്ങനെ അവിടുത്തെ തിരുവനന്തപുരത്ത് എപ്പോഴും വിളി എന്നുദ്ഘാടനം ഡെയിലി പ്രോഗ്രസ് കൊണ്ടുകൊടുക്കാൻ പറയും. ഇവിടെ എന്താ കൊടുക്കാൻ ഒരു സ്ട്രക്ചറും ആവുന്നില്ല. കാരണം വെള്ളം ഇങ്ങനെ കൊരിച്ചൊരുന്ന മഴയും സാധനങ്ങളില്ല, സാമഗ്രികളില്ല. ഞാൻ പറഞ്ഞു ഗുരു തന്ന ദിവസം അപ്പോൾ എന്നെ ഉണ്ണികൃഷ്ണൻ സാർ വിളിച്ചെടുക്കാൻ വേണ്ടി സാർ പറഞ്ഞ് നമുക്ക് മാറ്റാൻ സാധിക്കും. തൃശ്ശൂരിലും കൊല്ലത്തും മാറ്റി ഇവിടുത്തെ ഡേറ്റ് മാറ്റി അല്ലെങ്കിൽ പറ്റില്ല. ഒരു ദിവസം തന്നെങ്കിൽ ആ ദിവസം ചാണകം മര്യാദ നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ആ വർക്ക് കോൺഗ്രസിയുടെ പാർട്ടി ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കാരെല്ലാം കൊണ്ടുവന്നു പടിപ്പടി ചെയ്ത കോഴിക്കോടിട്ട് സജിത്ത് അവൻ്റെ അവിടെ ഇട്ടാണ് ചെയ്തത്. അതെല്ലാം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തു. പക്ഷെ മഴ വളരെ തടസ്സം. അപ്പോൾ ഒരു സ്റ്റേറ്റിംഗ് ഞാൻ വൈകുന്നേരം വിളിച്ചു. ഞാൻ പറഞ്ഞു വലിയ ബുദ്ധിമുട്ട് അതിനൊരു ചെറുപ്പം വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, മഴ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് എന്താ പറയുക, ഇപ്പം മഴ നിൽക്കും പദാർത്ഥം എന്ന് പറയുന്നു. എന്താ പറയുക, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്താൽ പറയാൻ പറയും എന്താ പറയും, പ്രാർത്ഥിക്കുന്നു. എന്നോട് അതേ പറഞ്ഞു. ഞാൻ നിരാശനായിപ്പോയി. ഞാൻ വിളിച്ചു ജനിയോട് ആണ് നാളെ പ്രകാശനാണ് എന്നെ ഒറ്റ വാക്ക് എന്ത് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇവിടെ മഴയില്ല. 7 ദിവസം നമുക്ക് മഴയില്ലാത്ത ദിവസമാണ്. അപ്പം ഇത് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ വാക്കാണ് ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നത്. ആ വാക്കിനെ നമ്മൾ അതാണ് വാക്കാണ് സത്യം. ആ വാക്കിനെ മുന്നേറ്റ് പോകുമ്പോൾ അത് സത്യമായി ഭവിക്കുകയും അങ്ങനെ നമ്മുടെ ഗുരുവിനെ തിരിച്ചറിയുകയും ഒരു സത്യമെന്ന് ബോധ്യപ്പെടുകയും ആ സത്യം നമുക്ക് ദൈവമാണെന്ന് കാണിച്ചു തരികയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും 100 അനുഭവങ്ങളുണ്ടായി. ഞാൻ ബത്തേരിയിൽ വെറും 6 മാസം പോയി. എനിക്ക് 2-3 വലിയ അനുഭവങ്ങൾ ആഗ്രഹങ്ങളുണ്ടായി. അത് മാസികയിലേക്ക് എഴുതും, മെഡിക്കൽ സയൻസിനെ പോലും എത്തിക്കുന്ന കാര്യം. അതുപോലെ ഡൽഹിയിൽ നമ്മൾ പറയുന്നുണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ അനുഭവമാണ് അല്ലേ. ശാന്തിഗിരി ആത്മീയത എന്ന് പറഞ്ഞാൽ അതിനും അതൊക്കെ മേൽ എന്താണ്, അനുഭവം മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും 100 കണക്കിന് അനുഭവങ്ങൾ നേരിട്ടാവും. അങ്ങനെ അനുഭവത്തിൻ്റെ തീച്ചുളയിൽ വാർത്തെടുത്ത ജീവിതങ്ങളും ആ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളുമാണ് ശാന്തിഗിരി ആശ്രമം. ആ നെടുതൂണുകളിലാണ് ആശ്രമങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ അവകാശമാണ് നിങ്ങൾ പറയുന്നത്. ഊർജ സ്രോതസ്സുകളാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ 50 മാതൃമണ്ഡലം പ്രവർത്തകരും 50 സൂര്യന്മാരാണ്. നിങ്ങൾ നൽകുന്ന ഊർജം, നിങ്ങൾ ഇവിടെ പ്രവഹിച്ചു പോകുന്നു, നിങ്ങളുടെ വീട്ടിലും നാട്ടിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ കൈക്കൊണ്ടു പോകുന്ന ഗുരുവിൻ്റെ പ്രകാശം, അത് നിങ്ങൾ പ്രവഹിപ്പിക്കുന്നത് അത് ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്തത്. സാധാരണഗതിയിൽ പറയും ഒരു മനുഷ്യൻ ഒരു കസേരയിൽ എഴുതി പോയാൽ 1 ലക്ഷം അണുക്കളാണ് സാധാരണ. എത്രയോ മഹാത്മാക്കളാണെങ്കിൽ അതിനും കോടിക്കണക്കിന് അണുക്കൾ. ആ അണുക്കളെ പിന്നെ നമ്മുടെ ശരീരത്തിൽ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഉരുളനിർച്ച നടത്തുന്ന ഇതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഗുരുവിൻ്റെ പ്രകാശം ഇവിടെ ഇങ്ങനെ പരിലപിക്കുന്നു. ആ പ്രകാശം ഇപ്പോൾ ഈ മെനിയാന്ന് കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ഡെയിലി ഫെസ്റ്റിവൽ. അപ്പോൾ എല്ലാവരും വന്ന് പറയുന്നു ബിന്ദു കിഷോർ ഭയങ്കര കരച്ചിലായിരുന്നു പ്രാർത്ഥന വേണ്ടിയിട്ട്. അവർക്ക് ഭയങ്കര കണ്ണീര് വരും. ആ ഒരു ബ്രഹ്മചാരിണിയുടെ അമ്മയും അവർക്ക് 3-4 ദർശനമാണ്. അവർ പറയുക ഭയങ്കര കാര്യങ്ങളാണ് ഇവിടെ, വളരെ അനുഭവ സാക്ഷിയായിട്ട് കിട്ടും. അപ്പം അങ്ങനെ ഒരു ആശ്രമത്തിൽ തുടക്കക്കാരനാകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഡൽഹി ആശ്രമത്തിൽ ഇതുപോലെ അവിടെ അന്ന് ഒന്നുമില്ല, വേറൊരു ഷീറ്റ് വെച്ച് കേട്ട് ഒരു 3 വർഷം ഞാനും പ്രബോധനം. പക്ഷെ ഇന്ന് ഡൽഹി ആശ്രമം എത്രയാണ് 15 കോടിയുള്ള ബിൽഡിംഗ് സെൻട്രലൈസ് ഏറ്റവും വളരും. നാളെ ഇതും വളരും, അതിലും വളരെ ഉയർത്തും. അപ്പം അതിന് നെടുമുള്ളായിട്ടും ഓരോ കല്ലുകളായിട്ടും
നമ്മളെല്ലാവരും പങ്കെടുക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മുടെ കാര്യം. ഇതാണ് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? പോയിട്ട് ഇപ്പൊ സന്ധ്യയൊക്കെ ഇനി അടുത്ത് പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണിച്ചു വരുന്നു. എൻ്റെ വാക്കല്ല, ഗുരുവിൻ്റെ വാക്കാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പോയിട്ട് തിരിച്ചുകൂടെ തന്നെ വരണം. മോക്ഷമൊന്നും ആർക്കുമില്ല കേട്ടാ. വന്നിവിടെ ഒന്ന് കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ പോയിട്ട് തിരിച്ചു വരാൻ വേണം, ഒരു വഴി വെട്ടിയിട്ടിട്ട് പോകണം. അപ്പൊ നമ്മളിവിടെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ ബസ് അവിടെ നിൽക്കേണ്ടത്. ചെറിയ വഴിയായിട്ട് സ്വാമിയുടെ കെട്ടിയ വഴി ചെറുതായിട്ടാണ് അവിടെ കടന്നു വരേണ്ടത്. വലിയ വഴിയാണെങ്കിൽ വഴിയുടെ വരെ വരും. അപ്പൊ നിങ്ങളെല്ലാവരും പോകുന്ന വഴി വെട്ടിയിട്ടാണ് പോകുന്നത്. അത് വലിയ വഴിയാണോ ചെറിയ വഴിയാണോ നിങ്ങൾ ചിന്തിക്കുക. ഇന്നലെ ടീച്ചർ നിങ്ങളുടെ നാട്ടുകാരി ആ അമ്മ എത്രയോ അമ്മ അവസാന ആ ദിവസം മുതൽ എന്നോട് സംസാരിച്ചിരിക്കുക. ഇവിടെ വന്നത് ഭയങ്കരമാണ്. ആ ജിത്തു വന്ന് സ്കൂളിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഡൽഹി വന്ന് 12ാം ക്ലാസ് നിർത്തി അവിടെ കറസ്പോണ്ടൻസ് പഠിച്ചു. എനിക്ക് വലിയ അടുപ്പമുള്ള അമ്മയാണ്, വളരെ ലെവലാണ് കയറുന്നു പറഞ്ഞു. അപ്പോൾ അമ്മ ഇപ്പോഴും എന്നോട് സംസാരിക്കും. ശകല പ്രയാസം തന്നെ വിളിക്കും. അപ്പോൾ അമ്മയുടെ ആഗ്രഹം ഇവിടെ വരണമെന്ന് എന്നെ ശ്രമിക്കുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവനോട് എനിക്ക് കുറേ പേരെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഇവിടെ കൊണ്ട് നിർത്തണം ഒരാഴ്ച അവരെ കൂടെ. ഞാൻ പറഞ്ഞു വെച്ചാൽ അമ്മ ഒക്കെ പോയിട്ട് ഇനി തിരിച്ചു വരും. വലിയ വലിയ ലെവലായിരുന്നു. അമ്മ അതിനുള്ള വഴി വെട്ടി കർമ്മം കൊണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും കോഴിക്കോടുകാരും കണ്ണൂരുകാരും അവിടെ ബ്രാഞ്ചാശ്രമം പണി തുടങ്ങി അതിൻ്റെയൊക്കെ കർമ്മങ്ങൾ നിങ്ങൾ വ്യാപരിക്കുന്നു. കോഴിക്കോടുള്ളവർ നോക്കൂ, എത്ര വലിയ കർമ്മം ചെയ്തിരിക്കുന്നവർ അല്ലെ. വിശ്വജ്ഞാനമന്ത്രി എന്ന ഒരു ബൃഹത്തായ സംരംഭത്തിന് അവർ തുടക്കം കുറിച്ചു. അവരൊക്കെ തിരിച്ച് ചിലപ്പോൾ ഇവിടെ നിന്ന് ആയിരിക്കില്ല, ഏതെങ്കിലും രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഈ നിങ്ങളൊക്കെ തന്നെ വരണ്ട. പിന്നെ 2444 ആചാര്യന്മാരെ എവിടെ വരണം? നിങ്ങളുടെ മക്കളിലൂടെ വരാൻ, വെളിയിൽ ഒരിടത്തും വരത്തില്ല. അതെല്ലാം ഗുരു വഴിവിളക്കായിട്ട് നമുക്ക് തെളിച്ച് തന്നിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും ചിലപ്പോൾ മനസ്സുകൊണ്ട് ചെറുതായി പോകും അല്ലേ. ചില വിഷമങ്ങൾ ആശ്രമത്തിൽ പോകുമ്പോൾ സ്വാമിയുടെ വഴക്ക്, ജനിയുടെ വഴക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാനവരുടെ വഴക്ക്, ഇല്ലെങ്കിൽ ഗുരുമഹിമ, ശാന്തിമഹിമ, BSNK അവരുടെയൊക്കെ വഴക്ക്, എല്ലാവരും വഴക്ക് പറയും. വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പരിവട്ടങ്ങൾ. പക്ഷെ ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി സഹിക്കുന്നത്? നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതൊരു ബൃഹത്തായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ അഭിവൃദ്ധി ശിഷ്യരൂപ നമുക്ക് എന്താണ് എന്ന് അറിയുന്നവർ അടുത്ത് പോകാൻ പേടിക്കും അല്ലേ. നമ്മൾ വളരെ കൂളായിട്ട് പോയിട്ട് കാര്യങ്ങൾ സാധിച്ചു വരുന്നു അല്ലെങ്കിൽ ചോദിച്ചു വരുന്നു. ആ ഒരു വലിയ വലിമ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ നയിക്കാനുണ്ട്. ആ ഒരു വലിമയിലേക്ക് എത്തപ്പെടുന്ന ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അത് നമ്മുടെ നാളെ നമ്മുടെ മക്കൾ, ശേഷമുള്ള നമ്മുടെ മക്കളൊന്നും ജനിക്കും, അവനിലൂടെ നമ്മുടെ പുത്രശുദ്ധി നടക്കും. അവനിലൂടെ അല്ലെങ്കിൽ അവൻ്റെ മക്കളിലൂടെ നമ്മുടെ ഗോത്രശുദ്ധി വരും. പിന്നെ അവൻ്റെ മക്കളിലൂടെ നമ്മുടെ ദേവശുദ്ധി വരും. അപ്പോൾ 3ാമത്തെ തലമുറ ദേവശുദ്ധി നടക്കും. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാം നമ്മളെല്ലാം ദേവന്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ ജനിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു കർമ്മത്തിൻ്റെ ഓരോരോ തേരാളികളും യോദ്ധാക്കളുമാണ് നമ്മളോട്. അപ്പോൾ അതുകൊണ്ട് പുലിയൊന്നും പ്രശ്നമല്ല. പുലിയായാലും കറണ്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും ഗുരു നമുക്ക് നയിച്ചു കൊണ്ടുപോകും. അതിന് നമ്മുടെ കർമ്മശേഷിത്വമുള്ളവരാകും. വലിയ വലിയ വാചകങ്ങളൊന്നും പറയാതെ വളരെ ചെറിയ വാചകങ്ങളിലൂടെ തൻ്റെ കർമ്മങ്ങളിലൂടെ ഗുരു നമുക്ക് ഓരോ നിമിഷവും നമ്മളെ ഗുരു ആരാണെന്നും നമ്മൾ ആരാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ ശ്രമം, അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ശാന്തിഗിരി അതിൻ്റെ ആശയം മുന്നോട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് വന്ന് 50 പേര്, നാളെ അത് 500 പിന്നെ 5000 പിന്നെ 50 ലക്ഷം പേരാണ്. അതാ പറഞ്ഞ ഗുരുവേടാ എൻ്റെ ചെറുകണ്ട് കാണാൻ പോലും നോക്കി പറ്റാതെയാണ്. അങ്ങനെ കാലം അത് വിദൂരമല്ല. 300 വർഷത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. 50 വർഷം കഴിഞ്ഞു. ഇനി അടുത്ത 236 വർഷത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കും. അപ്പം നമുക്കെല്ലാം കണ്ട് ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ, അതിനുള്ള കാരുണ്യം, കർമ്മം, ശേഷിത്വം, കർമ്മത്വം, ബന്ധുത്വം എല്ലാം നമുക്ക് ഗുരു തരട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചു.